ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്കൊരു പേപ്പർ കപ്പ് കൊണ്ടൊരു ക്രാഫ്റ്റ് ചെയ്യാം. കുറേ നാളെ കുറച്ച് പേപ്പർ കപ്പൊക്കെ കയ്യിരിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ അതെങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തീർക്കണം. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്കൊരു DIY ആയിട്ട് സൺഫ്ലവർ മാറ്റ് ഉണ്ടാക്കാം. ഇതിൻ്റെ കിட்ட നമുക്ക് ഇതേയുള്ള പേപ്പർ കപ്പ് എടുത്തതിന് ശേഷം എല്ലാം ഒരു ഈക്വൽ ആയിട്ടുള്ള രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഏകദേശം ഇതേപോലെയൊക്കെ ഒന്ന് വിടർന്ന് കിട്ടണം. ദെൻ ഇന്ന് സൺഫ്ലവറിൻ്റെ പെറ്റലുണ്ടല്ലേ, അതേപോലെയൊക്കെ ഒന്ന് മുറിച്ചു കൊടുക്കുക. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് സൺഫ്ലവർ ആയിട്ട് ഒട്ടും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള ഫ്ലവർ ക്ലിപ്പില്ലേ, അതിൻ്റെയൊക്കെ ഏകദേശമൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ഗീവ് കിട്ടില്ല, നമ്മൾ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മുടെ 1K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴത്തേക്കുള്ള ഗീവ് ഉണ്ട്. ആൻഡ് ഓൾസോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ 1K ഫോളോവേഴ്സ് ആകുമ്പോഴത്തേക്കും ഒരു ഗീവ് ഉണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഗീവിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അങ്ങനെ പറഞ്ഞ പോലെ നമ്മുടെ സൺഫ്ലവറിൻ്റെ ഏകദേശമൊക്കെ പണിയൊക്കെ ചെയ്യാനായിട്ടുണ്ട്. ഈ പെയിൻ്റ് അടിച്ച് ഒന്ന് കുട്ടപ്പനാക്കി എടുക്കണം. അപ്പോൾ എന്തായാലും സൺഫ്ലവറിൻ്റെ കളറായിട്ടുള്ള ബ്രൗണും ഒരു യെല്ലോ ഷെയ്ഡുമാണ് ഞാൻ പഠിച്ചെടുത്തിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, നിങ്ങൾ ഏത് പെയിൻ്റാണോ യൂസ് ചെയ്യുന്നത് അതൊന്ന് കയ്യിലെടുത്തതിന് ശേഷം രണ്ട് വിരലും കൂടി ഒന്ന് റബ്ബ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതിയാവും. ഇതേപോലെ ഒരു പേസ്റ്റൽ ഷെയ്ഡ് കിട്ടും. പിന്നെ ഇതിൽ നടുക്കുള്ള ഒരു ബ്രൗൺ കിട്ടാനായിട്ട് ഇതേപോലെ ഏതെങ്കിലും ഒരു പേപ്പർ ചുരുട്ടിയിട്ടോ എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്തെടുത്താൽ മതിയാവും. പിന്നെ ഇനി ഇതേപോലെ എന്തെങ്കിലും ഒരു മാഗ്നറ്റ് വേണം. ഡബിൾ സൈഡ് ടേപ്പ് ഉള്ളവർ അങ്ങനെ ചെയ്യാൻ. ഇപ്പം എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ സെലോ ടേപ്പ് ഒന്ന് മടക്കിയതിന് ശേഷം പുറകിൽ നിന്ന് അറ്റാച്ച്മെൻറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയുള്ളത്. അങ്ങനെ നമ്മുടെ ആ ഒരു DIY സൺഫ്ലവർ മാറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫോട്ടോസും പിക്ചേഴ്സും ഒക്കെ നിങ്ങൾക്ക് എടുക്കാനുണ്ടെങ്കിൽ എന്തെങ്കിലും എടുക്കുക. ഇത്രയേ ഉള്ളൂ. ബൈ.